ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നായിരുന്നു അവിടെ മാത്സിൻ്റെ എക്സാം. എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ്. അത് എക്സാം ഈസി ആയിട്ടൊന്നുമല്ല, നമ്മുടെ ബോർഡ് എക്സാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. +1 ബോർഡ് എക്സാം കഴിഞ്ഞു, അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സ് പോലെ തന്നെ മോഡൽ എക്സാമിനെക്കാട്ടും നന്നായിട്ട് എഴുതാൻ പറ്റി മാത്സ്. മോഡൽ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബിക്കോസ് മോഡൽ എക്സാമിന് ഞാൻ 2-3 ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് പോയി. ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി ഒന്നും ഞാൻ പഠിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വന്ന 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ എഴുതിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അതൊക്കെ വന്നപ്പോൾ എഴുതാൻ പറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി എന്നാണെങ്കിലും മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റേ ഈ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ എഴുതിയപ്പോൾ അതിൽ നിന്നൊക്കെ കൂടുതൽ മാർക്ക് കിട്ടുമല്ലോ. പിന്നെ ബാക്കിയാണെങ്കിലും ഞാൻ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ അറിയെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് പോയെങ്കിലും ഇതിൽ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഓരോ ക്വസ്റ്റ്യനിലും കറക്റ്റ് ആൻസറാണ് എഴുതിയെന്നൊന്നും അറിയില്ല. ഞാൻ അറിയുന്ന രീതിയിൽ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. എവിടേക്ക് എന്തൊക്കെയോ ഒരു തകരാറുണ്ട്. എന്തായാലും മീൻസ് അങ്ങനെ ഈസി ഒന്നുമല്ല. ഒരു മീൻസ് ടഫാണോ മീഡിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആയിരുന്നു എക്സാം. അപ്പോൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് എഴുതിയത് മറ്റേ 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് അത് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം എഴുതി. അവസാനത്തെ 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഴുതിയത്. പിന്നെ അവസാനമാണ് ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതിയത്. എന്താ വെച്ചാൽ മറ്റേ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ സ്കോർ കൂടുതൽ. അപ്പോൾ എന്തായാലും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി വരുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയം കിട്ടില്ലല്ലോ എന്ന് വെച്ച് ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി. എന്തായാലും അവസാനം എഴുതി വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ എഴുതി. അറിയാത്തതാണെങ്കിലും അറിയുന്നതൊക്കെ എഴുതി വെച്ചാൽ മീൻസ് 1/2 മാർക്കെങ്കിലും കിട്ടുമല്ലോ. ഇപ്പോൾ മാർക്ക് അവിടെ കുറഞ്ഞെങ്കിൽ ഇവിടെ കുറഞ്ഞ് അറിയുന്നതൊക്കെ എഴുതി വെച്ച് അങ്ങനെ മാർക്ക് 1/2 മാർക്കെങ്കിലും കിട്ടി. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് സെറ്റ്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സെറ്റ്സ് എന്നല്ലേ? അത് പിന്നെ ഞാൻ അത് ബി ആയിരുന്നു ആൻസർ ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ ഈ പറയുന്ന ആൻസേഴ്സൊക്കെ ഞാൻ ആൻസർ കീ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ എന്താണ് എഴുതി വെച്ചാൽ അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആൻസർ കീ നോക്കിയിട്ട് തെറ്റിയല്ലോ, അയ്യോ ഇത് അങ്ങനെ എഴുതാമല്ലോ, അങ്ങനെ ചോദിച്ച് അങ്ങനെ വിചാരിച്ച് വിഷമിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ആൻസർ കീ ഒന്നും സാധാരണ നോക്കാറില്ല. പ്രത്യേകിച്ച് മോഡൽ മീൻസ് പബ്ലിക് എക്സാമിന്. ബാക്കി എക്സാം ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, പക്ഷേ പബ്ലിക് എക്സാമിന് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ടെൻഷൻ അടിക്കും. സോ ഞാൻ ആൻസർ കീ നോക്കാറില്ല. അപ്പം നമുക്ക് ഓരോ ആൻസർ വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എയിൽ ബി ആണ് ടിക്ക് ചെയ്തത്. പിന്നെ ബി മീൻസ് അത് പ്രൂവ് ചെയ്യാനാണ്. അതെനിക്ക് എത്രയോ പ്രൂവ് ചെയ്യാനല്ല, ഈക്വലാന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് എത്ര എനിക്ക് ഓർമ്മയില്ല, അതെന്തോ കിട്ടി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ cos 20 ഡിഗ്രി + cos 100 ഡിഗ്രി + cos 140 ഡിഗ്രി ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വേറൊരു മെത്തേഡ് വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്താ വെച്ചത് ചോദിച്ചാൽ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതിൽ cos 20 എടുത്തിട്ട് അതിൻ്റെ വാല്യൂ അതിൽ വെച്ചിട്ട് പ്ലസ് ചെയ്തിട്ട് cos 100 വെച്ചിട്ട് അങ്ങനെ എത്ര 0.0 എത്ര സംതിങ് കിട്ടിയേ. അങ്ങനെ അത് ഞാനെടുത്ത് പ്ലസ് ചെയ്തപ്പോൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയപ്പോൾ 0 കിട്ടി. അപ്പോൾ അതങ്ങനെ ചെയ്തു. അല്ലാണ്ട് വേറൊരു മെത്തേഡാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ അറിയുന്ന മെത്തേഡിൽ അങ്ങനെ ചെയ്തു. അറിയുന്നത് എഴുതി വെക്കാമല്ലോ, സോ അങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാനാണ്. അത് അവസാനം എത്തിയപ്പോൾ ചെറിയ ഇവിടെ എന്തൊരു തകരാറുണ്ടെങ്കിലും അത് സോൾവ് ചെയ്തു. പിന്നെ ബി ക്വസ്റ്റ്യനും എനിക്ക് അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ അത് എഴുതി വെച്ചു. പിന്നെ ഫോർത്ത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും മീൻസ് കുറേ പേര് മീൻസ് NC5 + NC6 = 51C6 അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എത്രയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേര് 51 എഴുതി വെച്ചു. ഞാൻ ഫസ്റ്റ് 51 എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കി. ആ ഒരു എൻ്റെ സ്ഥാനത്ത് 51 ഇട്ട് കൊടുത്തു, 50 ഇട്ട് കൊടുത്തിട്ട് മറ്റേ കാൽക്കുലേറ്ററിൻ്റെ മറ്റേ ഓപ്ഷൻ ഉണ്ടല്ലോ സീൻ്റെ, അപ്പോൾ അത് വെച്ച് അടിച്ചു നോക്കിയപ്പോഴത്തേക്കും 51 വെച്ചിട്ട് കിട്ടുന്നില്ല. 50 വെച്ചിട്ട് കിട്ടിയപ്പോഴത്തേക്കും മറ്റേത് ഈക്വലായിട്ട് 51C6 ഈക്വലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 50 ആയിരുന്നു. പിന്നെ ആ ഫോർത്ത് വണ്ണിൻ്റെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റേ എന്താണ് വുമൺ ആർ ഇൻ മെജോറിറ്റി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മീൻസ് മാൻ കുറവായിരിക്കണം, വുമൺ കൂടുതലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് 4C4 × 5C1 വെച്ചിട്ട് അങ്ങനെ ഇൻറ്റു ചെയ്ത് എത്രയോ 21 അങ്ങനെ സംതിങ് എന്തോ വേസ് കിട്ടി. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ആക്സിസിലത്തെ
പോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ മറ്റേ ആ 312 552 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എക്സ് ആക്സസിൽ ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് മറ്റേത് രണ്ടും 0 ഇട്ട് കൊടുത്തായിരുന്നു ചെയ്ത്. എനിക്ക് അറിയില്ല കേട്ടോ, ഞാനിങ്ങനെ ചെയ്തത് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആറാമത്തത് എനിക്ക് വലിയ പേടി ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ, ഫോക്കസ് കണ്ടുപിടിക്കാനായിരുന്നു. ഞാൻ എന്തോ വാല്യൂ എഴുതി വെച്ചു, എനിക്ക് അത്ര ഓർമ്മയില്ല. ബി ക്വസ്റ്റ്യൻ സെൻറ്റർ 0 പിന്നെ ബാക്കി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് y=4 അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതി. എത്രയോ x-0 y-0 അങ്ങനെ എത്ര റേഡിയസ് 6 എത്രയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആറാമത്തെ എഴുതി. പിന്നെ ഏഴാമത്തെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഏഴാമത്തത് ഫസ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ആയിരുന്നു. അത് എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ പൈ ഇട്ട് കൊടുത്തു 2/7. അപ്പോൾ അത് 0 ആയിരുന്നു കിട്ടണം, പക്ഷേ ഞാൻ പൈ മാത്രം ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പൈന് മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ തന്നെ ബി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് എക്സ് പുറത്തെടുത്തിട്ട് x-2 വെച്ചിട്ട് മറ്റേത് ചെയ്തപ്പോൾ അത് ഞാൻ പകുതി വെച്ച് നിർത്തി വെച്ചിട്ടുണ്ട്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ വെച്ചു. പിന്നെ എട്ടാമത്തത് എന്താ പറയുക, അതിൻ്റെ സ്ലോപ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ, അത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ, പാരലൽ എന്ന് പറയുമ്പോൾ 3x-ഉം 4x-ഉം ഈക്വലാണല്ലോ. അപ്പോൾ പാരലൽ ആയതുകൊണ്ട് c2 - c1/√a² ആ സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ചെയ്തു. പിന്നെ ബി എന്ന് പറയുമ്പോഴത്തേക്കും tan θ 2π/3 എത്രയോ 270 എത്രയോ വന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് സ്ലോപ്പും വെച്ചിട്ട് ഇൻ്റർസെപ്റ്റും അത് വെച്ചിട്ട് സ്ലോപ്പ് പോയിൻ്റ് എന്താ പറയുക, y2 - y1 ആ സംഭവിച്ചിട്ട് ഇക്വേഷൻ എഴുതി. പിന്നെ ഒമ്പതാമത്തതും സെറ്റ്സ് എന്നല്ലേ, സെറ്റ്സ് എന്നുള്ള അത് പ്രൂവ് ചെയ്തു. എത്രയോ സി ക്വസ്റ്റ്യൻ എത്രയോ 4 or 5 അതോ 6 ഉം 5 ആണോ, 5 or 6 ഒന്ന് എനിക്ക് കിട്ടിയത് അവസാനം വന്നപ്പോഴത്തേക്കും. പിന്നെ പത്താമത്തത് മറ്റേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആറിൻ്റെ റോസ്റ്റർ ഫോം എഴുതാൻ പറഞ്ഞാണ്. അപ്പോൾ y=x+5 ആണല്ലോ. അപ്പോൾ എക്സ് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് എത്ര y 6, 7, 8 ആയിട്ട്. പിന്നെ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3 അത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ഡൊമൈനും റേഞ്ചും ഫസ്റ്റ് വാല്യൂസ് ഡൊമൈൻ ഇട്ട് കൊടുത്തു, സെക്കൻഡ് വാല്യൂസ് റേഞ്ചിൽ അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ പത്താമത്തെ ബി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫങ്ഷൻ ആണോ അല്ല എന്നുള്ളത് മീൻസ് അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എഴുതിയെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഇമേജസ് വരുന്നുണ്ടല്ലോ, മീൻസ് 2 റിപ്പീറ്റഡ് ആയിട്ട് 2 ഇമേജായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് ഫങ്ഷൻ അല്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്താ f(x) അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 11ാമത്തത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ കുഴപ്പമില്ല എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ആൻസർ എന്തോ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ 1/z ലൈസ് ഇൻ ഏത് ക്വാഡ്രൻറ്റിലാണ്, മറ്റേത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ എഴുതിയത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ രണ്ടും എനിക്ക് പോസിറ്റീവായി കിട്ടിയോണ്ട് അങ്ങനെ എഴുതി. എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ആണോന്ന്. പിന്നെ ബി ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതി വെച്ചു, എനിക്കറിയില്ല അത് തെറ്റാണെന്ന് തോന്നുന്നു. പിന്നെ 12ാമത്തതും മീൻസ് 5 ഫിംഗേഴ്സിൽ 3 റിങ്സ് ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് ഓഫ് 5c3 എന്തോ എഴുതി വെച്ചത്, എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 1000-നെക്കാട്ടും മേലെയുള്ള ഡിജിറ്റ് റിപ്പീറ്റേഷൻ ഇല്ലാണ്ട്, അത് ഞാൻ 1000-ൻ്റെ അവിടെ 0 അല്ലാണ്ട് എന്താ അല്ലാത്ത വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് 3 × 2 × 1 അങ്ങനെ എന്തോ എഴുതി വെച്ചത്, എനിക്കറിയില്ല കേട്ടോ. പിന്നെ 13ാമത്തത് എന്താ പറയുക, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ 2 പോയിൻ്റ് ഉണ്ട്, 2 പോയിൻ്റ് നടുവിൽ നിന്ന് മേലോട്ടൊരു പെർപെൻഡിക്കുലർ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് m1 + m2 അല്ല m1 × m2 ആണോ, m1 × m2 = -1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതേ മീൻസ് കുഴപ്പമില്ലാണ്ട് അത് ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്തു. ആൻസർ അവസാനം വന്നപ്പോൾ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ 14ാമതെന്ന് പറയുമ്പോൾ നോർമലായിട്ട് കോണി സെക്ഷനിൽ നിന്ന് വന്ന ഒരു ചോദ്യമായിരുന്നു. അത് എലിപ്സിൻ്റെ അത് 4 വെർട്ടിസസ്, പിന്നെ മേജർ ആക്സസ് മൈനർ ആക്സസ് ഒക്കെ കണ്ടുപിടിക്കാൻ അത് പിന്നെ മറ്റേ 6² പിന്നെ അടിയിൽ 4² ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ 15ാമത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനത് ഒഴിവാക്കി ഇട്ടതായിരുന്നു. പിന്നെ അവസാനം മീൻസ് എഴുതാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ 15ാമത്തെ കണ്ടു. അപ്പോൾ അതെന്തെങ്കിലും എഴുതി വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ മറ്റേ
1+x⁴n വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഫൈൻഡ് പി യു എന്നതിനുള്ളതിൽ പി എനിക്ക് കിട്ടിയത് 220 മീൻസ് 264 എന്താ ഞാൻ എഴുതി വെച്ചത്. എനിക്കറിയില്ല കറക്റ്റാണോന്ന്. എനിക്ക് കിട്ടിയിട്ടില്ല. മീൻസ് അത് കറക്റ്റാണോന്ന് അറിയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും എഴുതി വെക്കണമല്ലോ എന്ന് വെച്ചതാണ്. അപ്പോൾ ശരിയായി, അല്ലെങ്കിൽ പോട്ടെ. അപ്പോൾ അങ്ങനെ. പിന്നെ 16-ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും എ ആൻഡ് ബി ആർ ടു ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് പി. അത് ഞാൻ എ ക്വസ്റ്റ്യൻ 1/3 ആണ് എഴുതിയത്. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. മീൻസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ ടു, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 1/3 എനിക്ക് എക്സ് കിട്ടിയത്, എനിക്കറിയില്ല. പിന്നെ ബി ക്വസ്റ്റ്യൻ 3 ആർ റെഡ്, പിന്നെ അറ്റ്ലീസ്റ്റ് 3x, അത് മറ്റേ സി വെച്ചിട്ട് ആ സംഭവം ഞാൻ എഴുതി വെച്ചു. അത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. 9 ബോൾസ് മീൻസ് 9 ബോൾസിൽ നിന്ന് 4 ബോൾസ് എടുക്കാനുള്ളത് പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചു. എനിക്കറിയില്ല കറക്റ്റാണോന്നും. പിന്നെ അതിൻ്റെ അടിയിൽ ടോട്ടൽ എഴുതിയിട്ട് പ്രോബബിലിറ്റി ആണല്ലോ, പിന്നെ അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 17-ാമത്തേത് sin 2a വാല്യൂ എത്രയാണെന്നാണ്. ഞാൻ ഫസ്റ്റ് 0 എഴുതി വെച്ചു. പിന്നെ അവസാനം എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ ബി ഈക്വൽ ടു 2, ബി ഓപ്ഷൻ 2 എഴുതി വെച്ചു. 0 ആണെന്ന് തോന്നുന്നു എല്ലാവരും എഴുതി വെച്ചത്, ആയിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ബി ക്വസ്റ്റ്യൻ 17th ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. മറ്റേ L = r × θ മീൻസ് r θ വെച്ചിട്ട് മറ്റേ ഡിഗ്രി റേഡിയനിലോട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചു. എനിക്ക് എത്രയോ π/18 എത്ര എനിക്ക് കിട്ടി, എനിക്ക് ഓർമ്മയില്ല. പിന്നെ 17-ാമത്തെ സി ക്വസ്റ്റ്യൻ sin 24 ഡിഗ്രി cos 6 ഡിഗ്രി മീൻസ് ആ സംഭവം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ പൈ വെച്ചിട്ടും പിന്നെ മറ്റേ 2x 3x ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രൂവ് ചെയ്യാനും അല്ലാണ്ട് ഇങ്ങനെ മീൻസ് ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ പഠിച്ചത്. ഈ സംഭവം ഞാൻ ഇതുവരെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രി വന്നത് എങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ കാൽക്കുലേറ്ററിൽ അതടിച്ചു. sin 24 ഡിഗ്രി വെച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇട്ട് cos 6 ഡിഗ്രി എത്രയോ 0.something എന്താ കിട്ടിയത്, ചിലത് എനിക്ക് മൈനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്ത് മീൻസ് അത് ഫുൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയപ്പോൾ -1 കിട്ടി. അപ്പോൾ എന്തായാലും അതിൻ്റെ അങ്ങനെയുള്ള ആൻസർ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഓരോ വാല്യൂ ഇട്ട് കൊടുത്ത് ഇൻറ്റു ചെയ്ത് മൈനസ് ചെയ്ത് ഓരോ സ്റ്റെപ്പും അതിലിങ്ങനെ അടിച്ചു കൊടുത്ത് ഇട്ട് അങ്ങനെ സി ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതി. എനിക്കറിയില്ല, അരമാർക്ക് കിട്ടിയതിന് എത്രയാണ്, 3 മാർക്കല്ലേ, 3 മാർക്കിൽ കിട്ടുമായിരിക്കും, എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാത്തതാണെങ്കിലും നമുക്ക് അറിയുന്ന എന്തെങ്കിലും എഴുതി വെക്കണം. മിസ്സ് അങ്ങനെയാണ് ഗ്രൂപ്പിലിട്ടത്, ഇന്നലെ ഞാൻ തോന്നുന്നു. മീൻസ് അറിയാത്തതാണെങ്കിൽ എന്തെങ്കിലും അറിയുന്നൊക്കെ എഴുതി വെച്ചാൽ അരമാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി വെക്കുക. പിന്നെ 18-ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും 8th ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 3rd ടേമും 6th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും a × r⁴ പിന്നെ a × r⁵ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്രയാ, എനിക്ക് 8th ടൈം എത്രയോ 1 എനിക്ക് 1/, എത്ര കിട്ടിയത്, ഒരു 3 ഡിജിറ്റ് നമ്പർ എത്രയാണ് കിട്ടിയത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ടേമാണ് 1023 ഡിവൈഡഡ് ബൈ 512 എത്രാമത്തെ ടേം ആണെന്നുള്ളതാണ്. അത് എത്ര 8th ടേമോ എത്രയോ എനിക്ക് കിട്ടിയത്, ഈ കറക്റ്റ് അറിയില്ല അത് കറക്റ്റാണ്. മീൻസ് അത് ഇങ്ങനെ ബൈ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്റർ ആ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് അത് മീൻസ് അടിച്ച് വരുമ്പോഴത്തേക്കും എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എനിക്കറിയില്ല, കറക്റ്റ് ആൻസർ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ 19-ാമത്തേത് ഡിറൈവ് ചെയ്യാനായിരുന്നു. അത് sin 2x ഞാൻ ഡിറൈവ് ചെയ്തുകൊണ്ട് cos x എന്തോ സംതിങ് കിട്ടി, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ഒരു രണ്ടാമത്തേന്ന് പറയുമ്പോൾ 2x + 3/x - 3 ആണ്. അത് മറ്റേ u/v = vu' - ഡിവൈഡഡ് ബൈ v² വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ 20-ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വന്നായിരുന്നു. ഞാൻ രാവിലെയും കൂടെ അത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പോയി. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ പഠിക്കാത്ത ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇക്വേഷൻസൊക്കെ മറന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഇക്വേഷൻസൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഒന്ന് കാണാണ്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വന്നപ്പോൾ അതേപോലെ തന്നെ എഴുതി വെച്ചു. മീൻ കണ്ടുപിടിച്ച് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ ആൻസർ ഓൾമോസ്റ്റ് കറക്റ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ പോയല്ലോ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഗൈസ്,
സത്യം പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് റൂട്ട് എത്രയാണ് കിട്ടിയത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏതാ കിട്ടിയതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൊരു മാത്സിൻ്റെ എക്സാം റിവ്യൂ എന്നും അറിയുന്നത്. പിന്നെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വെക്കേഷൻ ഞാൻ എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതേപോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.